ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കുളിയും നനയൊക്കെ കഴിഞ്ഞോ? ഞാൻ രാവിലെ കുളിയൊക്കെ ഇന്ന് കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ കുളിച്ചേക്കുവാണെങ്കിൽ ആ പരിപാടിയും അങ്ങ് കഴിയും. അപ്പോൾ നേരെ കുളിച്ചിട്ട് വന്നിട്ട് എൻ്റേതായ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇതൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്യും കേട്ടോ. മേക്കപ്പ് എന്ന് പറയുകയൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളേ. ജസ്റ്റ് ഒന്ന് പൊട്ട് വെക്കും, എൻ്റെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ ചിലപ്പം വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ഒന്ന് കണ്ണെഴുതും. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറൊന്നും പറ്റത്തില്ല കേട്ടോ, മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചെറിയ ചെറിയ പുട്ടിയൊക്കെ ഒന്ന് ഇടും കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കും എനിക്ക് മസ്റ്റായിട്ടുള്ള സാധനം കേട്ടോ. ഇവിടെ വന്നേ പിന്നെയാണ്, നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ വന്നേ പിന്നെ ലിപ്സ്റ്റിക് ഇല്ലാതെയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പൊക്കെ. അപ്പോൾ ഈ മേക്കപ്പിനെ പറ്റി പറയുമ്പോഴല്ലോ, അതിൽ പ്രത്യേകിച്ച് ഐലൈനറിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വലിയ കഥയുണ്ട് കേട്ടോ പറയാനുണ്ട്. എൻ്റെ കുഞ്ഞിലത്തെ ഒരു കഥ കേട്ടോ. അപ്പോൾ അത് പറയാവേ. അപ്പോഴേ ഞാൻ ഒരുങ്ങി ഈ പേഴ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കല്യാണത്തിന് കിട്ടിയൊരു ഡ്രസ്സ്, ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പം അതും വെച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മുടി മൊത്തം പൊഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്തൊരു കഷ്ടമാണെന്ന് അറിയത്തില്ല. ക്ലൈമറ്റ് മാറിയതിൻ്റെ ആണോ എന്നാന്നറിയത്തില്ല. ഓൾറെഡി മുടി കുറവാണ്, മുടി പൊഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഇപ്പം നല്ല സൂപ്പറായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, എല്ലായിടത്തും ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ മുടി നിലത്തൂടെ കിടന്ന് വലിയുന്ന മുടിയാന്ന് പറയത്തില്ലേ, മുട്ടോളം മുടിയാണ്, മുടി നിലത്തൂടെ വലിയുന്ന മുടിയാന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേട്ടോ. എൻ്റെ മുടി നല്ല നിലത്തൂടെ വലിയുന്ന മുടി കേട്ടോ, എവിടെ നോക്കിയാലും മുടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരെ വേണ്ട ഒരു ഹെയർ ബാൻഡും ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കി കുറച്ച് സ്പ്രേയും കൂടെ പൂശു കേട്ടോ. സ്പ്രേയും ഒരു റോളറും ഇതില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ. പറഞ്ഞവരെ കുളിച്ചാലും കുളിച്ചില്ലേലും ഞാൻ രാവിലെ ഒന്ന് മുടിയൊക്കെ ചീവിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോളർ സ്പ്രേ ഒന്ന് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള, കുളിച്ചില്ലേ പോലും സ്പ്രേ ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ യൂസ് ചെയ്ത് നേരെ എൻ്റെ ആരിക്കുട്ടൻ്റെ അടുത്ത് വന്നേ. ആരിക്കുട്ടൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവനൊരു ചെറിയ പനിയല്ല, വിട്ട് പനിക്കുന്നുണ്ട്. പനിക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ ചെറിയൊരു പനിയും അതുപോലെ ഒരു കുഞ്ഞ് വയറുവേദന പോലെയും ഒരു പനിയുടെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇന്നും വിട്ടില്ല. അപ്പം വൈറൽ വല്ലതും ആയിരിക്കും, നമ്മൾ കാണിച്ചില്ല. കാരണം ഞാൻ ഈ മറ്റേ തെർമോമീറ്റർ നോക്കുമ്പോഴത്തേനും ഒരു 97, 98 അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേനും, നമ്മൾ വിളിച്ച് കൺസൾട്ട് ചെയ്ത് ചോദിച്ചു, അപ്പോഴത്തേനും പറഞ്ഞതും 100ന് മുകളിലുണ്ടെങ്കിലേ പാരസെറ്റാമോൾ കൊടുക്കാവുള്ളൂ പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. ചില സമയം നല്ല ചൂട് തോന്നുവേ, പക്ഷെ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അത്ര ഒന്നും കാണത്തുമില്ല. അവനാണെങ്കിൽ വെള്ളവും കാര്യമൊക്കെ കുടിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അതൊന്നും പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നേരെ അവന് രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ശകലം കഞ്ഞിയെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ഇന്ന് ടൊമാറ്റോ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഹസ്ബൻഡിന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം ടൊമാറ്റോ റൈസ് ആയിരുന്നു കൊടുത്തു വിട്ടെ. മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്കിപ്പോഴും ഞാനിങ്ങനെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ഓർമ്മ വരും. കുറേ പേരൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു, പേര് പറയത്തില്ലേ എന്നൊക്കെ. അപ്പോൾ പേര് പറയുന്നൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല, അപ്പം അതൊക്കെ പറയാം. അപ്പോഴത്തേനും ആദിക്കുട്ടന് അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവനത് കുറച്ച് കഴിച്ചു കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നേ. പിന്നെ നേരെ എൻ്റെ ആദിക്കുട്ടനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ദേഹമൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. പനിയുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം നിലവിൽ പനിക്കുന്നില്ല, എന്നാൽ പോലും നല്ല ജലദോഷമുണ്ട് കേട്ടോ, ജലദോഷപ്പനിയാണേ. അപ്പം ഞാൻ ദേഹമെല്ലാം നനഞ്ഞ തോർത്ത് വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു. നമ്മൾ ഈ പിള്ളേരുടെ ദേഹം പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണല്ലോ പറയുന്നത്, ഒത്തിരി ചൂട് കൂടാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാനോട് നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലൊക്കെ ഇച്ചിരി തുണി നനച്ചിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ അടിയും കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കും. ചെസ്റ്റ് ഒന്നും തുടക്കില്ല കേട്ടോ അധികം. അപ്പോൾ ഞാനെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാനും ആദിക്കുട്ടിനോട് അവിടെ പോയി ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ അറിയാതെ അവനുണ്ടാക്കി ആ സാധനം ഒന്ന് ചവിട്ടി തീർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദിക്കുട്ടൻ അതിൻ്റെ കരച്ചിലും ബഹളത്തിലും എല്ലാം എനിക്കിത് ഒരു അടിയും തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു അടി തന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ നേരെ എൻ്റെ കൂടെ വന്നിരുന്ന് കുറച്ച് നേരം എന്നെ സമാധാനിപ്പിക്കും.
അങ്ങനെ കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അഞ്ജന കേട്ടോ ഫോൺ വിളിക്കുന്നത്. അഞ്ജനയുമായിട്ട് ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ എന്തേണ്ട ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതെന്നാന്ന് ഓൾറെഡി നമ്മൾ റീലിട്ടപ്പോഴത്തേന് നിങ്ങൾ കണ്ടു കാണുവേ. നമ്മളൊരു കുഞ്ഞി ടോയ് താറോക്സിൻ്റെ ടോയ് വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഒരാൾ എനിക്ക് സമാധാനം തരുന്നില്ല. ഇതല്ല ഒറിജിനൽ. എനിക്കൊരു താറ് മേടിച്ചത് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് ചുമ്മാ പറയുന്ന കേട്ടോ. മേടിച്ചു തരാനുള്ള പ്രാപ്തി എനിക്കിപ്പോൾ ഇല്ലെന്നൊക്കെ അറിയാം. അപ്പം ചുമ്മാ പറയും, നീ വലിയ യൂട്യൂബർ അല്ലേ, എനിക്കൊരു താറ് മേടിച്ചതാന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പം ഞാനൊരു സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അന്ന് കൊടുക്കാം. ബർത്ത്ഡേ ഇടയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് വാങ്ങിച്ചിട്ട് അത് ആദ്യമേ വന്നപ്പോഴത്തേനും ഒരു ഇന്നോവയായിരുന്നേ. അപ്പം അത് മാറ്റിയിട്ട് രണ്ടാമത് ഞാൻ വാങ്ങിച്ചത്. ഇന്നിപ്പോൾ താറ് തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്ക് വാങ്ങിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അത് വാങ്ങിച്ച്. അപ്പം ഞാൻ അത് വൈകിട്ട് പൊട്ടിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കവറിൽ നിന്ന് ജസ്റ്റ് സാധനം അത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് നോക്കിയത് മാത്രമല്ല, അല്ലാതെ അയച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് വെച്ചിട്ട് പിന്നെ നേരെ ഞാൻ ചോറ് നമുക്ക് വെച്ച്. ചോറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് രാവിലെ ഞാൻ ആദ്യക്കുട്ടനും ശകലം കഞ്ഞിയൊക്കെ ആയിട്ട് ഇനി ഇരിപ്പുണ്ട് കുറച്ചും കൂടെ. അപ്പം രാത്രിയിലത്തേനും കൂടെ കാണത്തില്ലാത്തതുകൊണ്ട് കുക്കറിനകത്തോട് ചോറിട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമ്മുടെ കാപ്പിപ്പൊടി തീർന്നു പോയെന്നേ. എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയെന്നേ. കാപ്പിപ്പൊടി ഇരിപ്പുണ്ടോയെന്ന് ഓർത്ത് ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് കടയിലൊന്നും കാപ്പിപ്പൊടി കിട്ടാനുമില്ല. പിന്നെ ഞാൻ ആ ഒരു പാത്രം അരിച്ച് പിറക്കിയപ്പോൾ അതിൽ നിന്ന് ഞാൻ മറന്നിരുന്ന കുറേ സാധനം, പനങ്കൽക്കുണ്ടാവും, കരിപ്പെട്ടി, അങ്ങനെ കുറേ സാധനം, ചായപ്പൊടി ഒരു എക്സ്ട്രാ കൂടൊക്കെ കിട്ടി കേട്ടോ. ഇതാ ഇട്ട് വെച്ച് കഴിഞ്ഞുള്ള കുഴപ്പം. അങ്ങനെ അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞതേ ഞാൻ ആദ്യക്കുട്ടിനെ ഉറങ്ങാൻ വിളിച്ചു. അപ്പോൾ അവൻ വന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ കയറിപ്പോകുമ്പോൾ പുറകെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് അവൻ വന്നായിരുന്നേ. ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ വീണ്ടും മുടിയൊക്കെ കെട്ടു കേട്ടോ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഈ ഒരു ഐലൈനറിൻ്റെ കഥ. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോള് കേട്ടോ. ചേച്ചിയുടെ പേര് മോള് ചേച്ചി നമ്മൾ വിളിക്കുന്നത്, ബിനിത എന്നാട്ടോ ചേച്ചിയുടെ പേര്. അപ്പം ചേച്ചിക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊന്ന് 4ലോ 5ലോ 6ലോ മറ്റോ പഠിക്കുന്ന സമയം കേട്ടോ. അപ്പോഴത്തേനും ചേച്ചി രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ആ ടൈമിൽ കേട്ടോ ഒരുങ്ങണം എന്നുള്ളൊരാഗ്രഹമൊക്കെ നമുക്ക് വന്നു തുടങ്ങിയൊരു പ്രായം, ഒരു കുഞ്ഞ് ഒരു 5 ആ ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ചേച്ചി രാവിലെ ജോലിക്ക് പോകേണ്ട ഒരുങ്ങുന്ന കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകണം, എന്നാലും അതിന് മുന്നേ ചേച്ചി പോകുന്നത്. സ്കൂളിൽ പോകേണ്ട ഞാൻ അവിടെ പോയിരുന്ന് ഫുൾ ചേച്ചി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഫുൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഓരോന്ന് മേക്കപ്പ് ഇടുന്നത്, പൊട്ട് അതിലെനിക്ക് ഏറ്റവും നമുക്ക് കുഞ്ഞു മനസ്സില്ല, നമുക്ക് ഏറ്റവും ആഗ്രഹപ്പെട്ട ഒരു സാധനമായിരുന്നു ഐലൈനർ. അതും എനിക്ക് വേണമെന്നോ വരച്ച് തരാമോ എന്നൊന്നും ഞാൻ ആരോടും അങ്ങനെയൊന്നും ചോദിക്കത്തില്ലായിരുന്നു കേട്ടോ. മറ്റുള്ളവരുടെ സാധനമൊന്നും ചേച്ചിയാണ് എന്ന പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടും എനിക്ക് മേടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആ പ്രായത്തിൽ നമുക്ക് വാങ്ങിച്ചും തരത്തുണ്ടാവില്ല. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അമ്മയുടെ കൺമഷി എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ കുത്തിയിട്ട് കണ്ണിൻ്റെ അടിവഴി കറക്റ്റ് ഐലൈനർ പോലെ വരച്ചു വെക്കും. എന്നിട്ട് ഭയങ്കര ഗമയല്ല കേട്ടോ സ്കൂളിൽ പോകുന്നത്, ഭയങ്കര മേക്കപ്പ് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ സ്കൂളിൽ പോകും. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും മൊത്തം കൺമഷിയല്ലേ സാധനം, മൊത്തം പാടർന്ന് പിടിച്ച് കാട്ടുപാകാത്തേ പോലെ ആകുമായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ പണ്ടത്തെ ഒരു ഇത്. അപ്പോൾ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ചേച്ചി വിളിക്കുമ്പോൾ പറയും ഞാൻ കുഞ്ഞായിരുന്നപ്പം അവിടെ പോയിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒരുങ്ങാനായിട്ടുള്ളൊരു ഇൻസ്പയർ ചേച്ചി കേട്ടോ. ചേച്ചി രാവിലെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയായിരുന്നു ഓഫീസിൽ ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പോയി കണ്ടിരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു കാലം നല്ല രസമായിരുന്നു അന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം പഠിച്ചല്ലേ പ്രായമായപ്പോൾ. അതൊക്കെ ഒരു കാലം. അത് കഴിഞ്ഞത് ഞാനിപ്പം നമുക്ക് ഇച്ചിരി സേമിയ ഉപ്പുമാവ് കേട്ടോ. എനിക്കും അതൊക്കെ വൈകുന്നേരം സേമിയ ഉപ്പുമാവ് കഴിക്കേണ്ട ഒരാഗ്രഹമേ. അപ്പോൾ അതിന് 10 രൂപയുള്ളൂ കേട്ടോ ഒരു കുഞ്ഞി പാക്കറ്റിന്, നിറച്ചുണ്ട് പക്ഷേ അതിനകത്ത്. അപ്പോൾ എനിക്ക് ആദ്യക്കൊണ്ടിനും കൂടെ കുറച്ച് സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനവും കൂടെ കേട്ടോ. അത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും ഒക്കെ തന്നെ അറിയാമായിരിക്കുമല്ലോ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനും ആദ്യക്കൊണ്ടിന് പഞ്ചസാരയൊക്കെ ഇട്ട് സേമിയ ഉപ്പുമാവൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിളക്കത്തിയിലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രിയിലത്തെ ഇച്ചിരി ചെറുപയറും കഞ്ഞിയും കൂടെ ആക്കാം. ചോറ് ഇരിപ്പുണ്ട് വേണ്ടത്, അപ്പോൾ അതിന് ഇച്ചിരി കഞ്ഞിയും കൂടെ ആക്കി രാത്രിയിൽ ആക്കാമെന്നൊക്കെ ഓർത്തിരിക്കുവാണ്. അങ്ങനെ 7 മണി ആയപ്പോഴത്തേൻ്റെ നമ്മുടെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊക്കി കാണിച്ച് ഇങ്ങോട്ട് എൻ്റെ പ്രേക്ഷകരെയും കൂടെ. അതിന്റെ ബാറ്ററി അതുണ്ട്, ബാറ്ററി കളയല്ലേ. മിനുക്കുണ്ടല്ലേ
ലൈറ്റ് കത്തുന്നതാണ് പറഞ്ഞത്. ബാറ്ററി ഉണ്ടോ ഇതിനകത്ത്? മൂന്നാണ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഇനി മറ്റേത് ബാറ്ററി ഇട്ടിട്ടുണ്ടോ? ഞാനാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ എൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ റിയാക്ഷൻ എന്നൊന്ന് അറിയണമല്ലോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാട്ടോ റിയാക്ഷൻ. ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ടോയ് എങ്കിൽ ടോയ് താറ് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ മേടിച്ചിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇതേണ്ട അതൊക്കെ അതിന് കുഞ്ഞായിട്ടൊരു ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അതൊക്കെ കണ്ടപ്പോൾ ആദ്യക്കൂട്ടൻ ഒരു കുഞ്ഞി പിണക്കത്തിലൊക്കെ ഇരിക്കുവാണ്. ആദ്യക്കൂട്ടൻ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അത് തരത്തില്ല, കാരണം ആവശ്യത്തിലധികം മോൻ ഇവിടെ ഉണ്ട് സാധനം, ഇത് ഞാൻ അച്ചയ്ക്ക് മേടിച്ചു, അത് എന്നാണേലും തരത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പാവ അവിടെ നിന്ന് നോക്കി നിൽപ്പുണ്ട് കേട്ടോ. ലാസ്റ്റ് അവന് തന്നെ സാധനം കൊടുത്തു കേട്ടോ. ഇപ്പം രണ്ടുപേരുടെയും കൂടെ ആയിട്ട് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സാധനമാണ് എന്നോട് കാറ് വേണം കാറ് വേണം. ഫോൺ വഴി കേട്ടുന്നു ഈ മനുഷ്യൻ. താറിന് എഴുതിയ ഭാഗം ഒന്ന് കാണിച്ച്. ഓ മൈ ഗോഡ്. ഇനിയിപ്പോൾ അടുത്ത ഒറിജിനൽ മേടിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേണ്ട ആദ്യകൂട്ടന് കുഞ്ഞായിട്ടൊരു വയറുവേദന പോലെ ഉണ്ടെന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നേരെ ചെന്ന് ഇവന് വയറുവേദന വരുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് കാർമിസൈഡായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ ഒരു കുഞ്ഞു വയറുവേദനയൊക്കെ ഉള്ളതെന്ന് തോന്നുമ്പം കാർമിസൈഡ് അങ്ങനെ എപ്പോഴും കൊടുക്കണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാനത് ഒരു വീഡിയോയിൽ കണ്ടു കേട്ടോ. ഇതുപോലെ നമ്മുടെ കായപ്പൊടി തുള്ളി വെള്ളം അടുപ്പേ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേന് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് കായപ്പൊടി ചേർക്കുന്നതായിരുന്നു. ഇതിപ്പോൾ അവനൊരു തോന്നൽ പോലെ എന്തെങ്കിലും അവൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു ശകലം മാത്രം ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ചില സമയം ഞാനൊന്നും ഇങ്ങനെ തൂത്തുന്ന പോലെ കാണിച്ചാൽ തന്നെ ഒരു ആശ്വാസം കേട്ടോ. അപ്പം മനസ്സിൻ്റെ ആണോ എന്നും അറിയത്തില്ല. അപ്പം ഞാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് കുറുക്കിയെടുത്തപ്പോൾ രണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയി അവൻ്റെ വയറ്റിലൊക്കെ അത് തേച്ച് വയറ്റിൻ്റെ പുക്കിളിൻ്റെ ചുറ്റും നമ്മളതൊന്ന് തേച്ച് കൊടുക്കണം നന്നായിട്ട് വിരൽ വെച്ചിട്ട്. എന്നിട്ടൊരു നുള്ളു നാക്കിയാലും ഞാൻ കൊടുക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൻ്റെ വയറുവേദനയൊക്കെ പോയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നേരെ രാത്രിയിലത്തെ നമ്മൾ കത്രിക്ക മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വറുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാനും. അപ്പം അതൊക്കെ വറുത്തങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ടു. പിന്നെ രാവിലെ ആദ്യക്കൂട്ടിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതും വെന്ത് അരിഞ്ഞു വെച്ചു. പിന്നെ റവ ലഡു കേട്ടോ, രാവിലെ സ്നാക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനുള്ള റവയും എല്ലാം ഒന്ന് നെയ്യിൽ വറുത്ത് സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ നേരെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ തലേദിവസം തന്നെ ഞാൻ എപ്പോഴും പറയുമല്ലോ, തലേദിവസം തന്നെ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ഒരു എത്തും പിടുത്തം കാണത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ അതെല്ലാം ചെയ്തു. പിന്നെ നമ്മുടെ ഫുഡ് അടിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ സ്ഥിരം ഒരു ലോഡ് പാത്രം കാണുമല്ലോ കഴുകാൻ, ഈ ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം കാണുമല്ലോ. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടൊന്ന് കഴുകി വെച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ ഈ പാത്രം കഴുക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ ഇവർ രണ്ടുപേരെയും പാത്രം കൊണ്ടുവന്ന് ഞാനിവിടെ വെപ്പിക്കുന്നല്ല കേട്ടോ, രണ്ടുപേരെയും ചെയ്യുന്നതാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റും ആദ്യക്കൂട്ടം ഇവിടെ വെച്ചേക്കും, ഹസ്ബൻഡ് ആണെങ്കിലും വേസ്റ്റ് കളഞ്ഞിട്ട് അവിടെ വെച്ചേക്കും പാത്രം. അത്ര ഒരു ഉപകാരം രണ്ടുപേരും ചെയ്തു തരും കേട്ടോ. അപ്പം അതൊരു വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം പാത്രം കഴുകണ്ടെന്ന് ഞാൻ പറയും കേട്ടോ. പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴുകാൻ പറഞ്ഞാൽ കഴുകുകയും കൂടെ ചെയ്തോളും. പക്ഷെ ഇപ്പം ആദ്യകൂട്ടിനാണെങ്കിലും കുഞ്ഞാണ്, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലോ. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം, മുന്നോട്ട് പൊന്നി വലുതാകുമ്പോഴത്തേനും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകണം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന കണ്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇതുപോലെല്ലാം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ പറയും ഇപ്പം കഴുകണ്ട അവിടെ വെച്ചാൽ മതിയെന്ന് പറയും കേട്ടോ. അപ്പം ഇവർ പറയുവാണെങ്കിൽ എല്ലാം ചെയ്യും കേട്ടോ. അങ്ങനെയാട്ടോ ഇവിടുത്തെ കാര്യം. അപ്പം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഇതുപോലെയായിരുന്നു. എനിക്ക് അമ്മ പറയുന്ന ജോലിയെല്ലാം ചെയ്യാനറിയാം, പക്ഷേ എനിക്ക് നോക്കി കണ്ട് ചെയ്യാൻ നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കിവിടെ ഹസ്ബൻഡ് ചെയ്തു തരും. അല്ലാതെ ഒന്നും തന്നെ കയറി ചെയ്യുക. ഇപ്പോൾ ഒരു ചായ ആണെങ്കിലും ചായ ഇടാവോ എന്ന് ചോദിച്ചാൽ ഇടും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, എത്ര നേരം വേണമെങ്കിലും കുടിക്കാതിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഇനി പാത്രമൊക്കെ കഴുകി പിന്നെന്താ ഞാൻ ചിലപ്പോഴാണ് ഏപ്രിൽ ഇട്ടിട്ടാണ് കേട്ടോ രാത്രിയിൽ പാത്രമൊക്കെ കഴുകുന്നത്. കാരണം പിന്നെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതേ ഡ്രസ്സ് ഇട്ട് കയറി കിടക്കാൻ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് ഏതായാലും മാറിയിട്ടങ്ങ് കിടക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഏപ്രിലും കൂടി ഇനി എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ
അത് തന്നെ ഇട്ടങ്ങ് പാത്രമെല്ലാം കഴുകി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. അത് ചോദിക്കും, കാപ്പിയോ ചായയോ എന്തെങ്കിലും മതി. അപ്പോൾ ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. പിന്നെ നേരെ കയറി കിടന്ന് ഉറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പം എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ശരി, ബൈ.